ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു വീടോ ബിൽഡിങ്ങോ വയറിംഗ് ചെയ്യുമ്പോൾ പവർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാറ് ഡി ബിസ് ആണല്ലേ. SPN ഡി ബി, ഹൊറിസോണ്ടൽ ഡി ബി, വെർട്ടിക്കൽ ഡി ബി, അതുപോലെ തന്നെ ഫേസ് സെലക്ടഡ് ഡി ബി ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ് സെലക്ടഡ് ഡി ബി യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് 2014 പ്രകാരം പറയുന്നുണ്ട്, സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ ഒഴികെയുള്ള എല്ലാ ഉപഭോക്താക്കളും എന്ത് ചെയ്യണം? ലോഡ് ബാലൻസ് ചെയ്യുകയും ഫേസുകൾ തമ്മിലുള്ള ലോഡിംഗ് ഡിഫറൻസ് ശരാശരി ലോഡിന്റെ 5% കൂടുവാനും പാടുള്ളതല്ല. എന്നാൽ ഫേസ് സെലക്ടഡ് ഡി ബി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ലോഡ് അൺബാലൻസിങ് ഇഷ്യൂസ് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാം. എൻ്റെ സുഹൃത്തായ ആസിഫിന്റെ വീട്ടിൽ വെച്ചിരിക്കുന്നത് ഒരു ഫേസ് സെലക്ടഡ് ഡി ബി ആണ്. ആ വീട്ടിലെ ടോട്ടൽ ലോഡ് 15 കിലോ വാട്ട് ആണ്. ആ 15 കിലോ വാട്ടിനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആർ ഫേസിൽ 5 കിലോ വാട്ട്, വൈ ഫേസിൽ 5 കിലോ വാട്ട്, ബി ഫേസിൽ 5 കിലോ വാട്ട്, അങ്ങനെ ടോട്ടൽ 15 കിലോ വാട്ട്. അങ്ങനെ ഇരിക്കെ ഈ എല്ലാ ലോഡും മാക്സിമം കപ്പാസിറ്റി റൺ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ആർ ഫേസിലെ സപ്ലൈ പോകുന്നത്. ഇതറിഞ്ഞ ആസിഫ് ആകട്ടെ നേരെ പോയി ആർ ഫേസിൽ നിന്ന് വൈ ഫേസിലോട്ട് സപ്ലൈ സ്വിച്ച് ചെയ്യുന്നു. ലോഡ് അൺബാലൻസിങ് ആണ് ആക്ച്വലി ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതായത് ആർ ഫേസിൽ പോകുന്ന മൊത്തം കറണ്ടും ഇപ്പോൾ പോകുന്നത് വൈ ഫേസിലൂടെയാണ്, അല്ലേ? അതായത് നോർമലി പോകുന്ന കറണ്ടിന്റെ ഡബിൾ എമൗണ്ട് ഓഫ് കറണ്ട് ഇപ്പോൾ വയറിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് കേബിൾ സെലക്ഷൻ ചെയ്തതെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഇൻ കേസ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ മീറ്റർ ബോക്സിൽ നിന്നും ഡി ബിയിലേക്ക് വരുന്ന കേബിൾ കത്തിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ആസിഫ് ചെയ്യുന്നത് പോലെയാണ് ആ പ്രദേശത്തെ എല്ലാവരും ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത പ്രശ്നം സംഭവിക്കാൻ പോകുന്നത് അവിടുത്തെ ട്രാൻസ്ഫോമറിനാണ്. കാരണം ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് ഓവർലോഡ് ആവുകയും അതിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. നോർമലി കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺസ്യൂമറിനെ അപേക്ഷിച്ചിടത്തോളം കറണ്ട് വന്നോ എന്ന് മാത്രമേ അവർ നോക്കുകയുള്ളൂ. അതിപ്പോൾ ഏത് ഫേസിലാക്കി എടുക്കുന്നതിനൊന്നും നോക്കേണ്ട ആവശ്യം വരത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഫേസിലുള്ള സ്വിച്ചിലെ ഓരോ ഫേസും തിരിച്ച് എല്ലാതും കൂടി ഒരു സിംഗിൾ ഫേസിലേക്ക് വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര മനോഹരമായ അവസ്ഥ അല്ലേ? അതായത് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ അവർക്ക് കൊടുത്തത് കൊണ്ടാണ് അവർ തിരിക്കുന്നത്, അല്ലേ? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യാണ്ടിരിക്കുക. ബി സേഫ്, ടേക്ക് കെയർ.